കൊച്ചി യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കൊടിയും കമ്പും വലിച്ചെറിയുന്നു. ഇപ്പോൾ സംഭവസ്ഥലത്തു നിന്നും സുജു ടി ബാബു ചേരുന്നു. സുജു, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാർച്ച് ആരംഭിച്ച ശേഷം ഇപ്പോൾ ആദ്യം തന്നെ അക്രമാസക്തമായിരുന്നു. പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പിന്നീട് കൊടിയും കൈവശമുള്ള കമ്പുകളും പോലീസ് നേരെ വലിച്ചെറിഞ്ഞു. എന്നാൽ ഈ സമയമെല്ലാം പോലീസ് സമന്വയം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിലേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താത്തത്. ജലപീരങ്കി 2 തവണ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. ഇതുവരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് പോലീസ് ബാരിക്കേഡ് തീർത്തിന്റെ സമീപത്ത് സമരം തുടരുകയാണ്. ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നിരന്തരം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് തുടരുന്നത്. തീർച്ചയായും സുജു, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജലപീരങ്കിയും ബാരിക്കേഡുകളെല്ലാം മറച്ചിടാനുള്ള ശ്രമവും തുടരുന്നു. ഇപ്പോൾ സുജു പറഞ്ഞതനുസരിച്ച് അവിടെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും റോഡിൽ, അതായത് ഈ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത ഈ പ്രവർത്തകരെ തടയുകയായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഉദ്ഘാടനം. തൊട്ടുമുമ്പ് ഡി സി സി പ്രസിഡന്റ് അഭിവാദ്യം സംസാരിച്ചു. അതിനുശേഷമാണ് മാർച്ച് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സംഘർഷം ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ കൊടികളും കമ്പുകളും എല്ലാം പോലീസ് നേരെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും കാണുവാൻ സാധിക്കും. എന്തായാലും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഒരു അക്രമത്തിന് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവരുടെ സമരം ആരംഭിച്ചപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. തീർച്ചയായും സുജു, കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ സംഘർഷം. സംഭവ സ്ഥലത്തു നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സുജു ടി ബാബു.